പല മുതലാളിമാർക്കുള്ളൊരു അസുഖമാണ്. എന്താ ചെയ്യാൻ? പൊങ്ങാൻ പാടില്ല എന്നാ. പൊക്കി വെച്ചാൽ പൊങ്ങാൻ പാടില്ല. ആൾക്കാർ പൊക്കി കൊങ്ങാന്നല്ലാതെ ഇയാൾ പൊങ്ങാൻ പാടില്ല. അങ്ങനെയാ വേണ്ടത്. പക്ഷേ സൂക്ഷ്മതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട മകൻ പറഞ്ഞു, വല്ലാഹി മാ യബ്ഖാ ഫിൽ ബൈതി മിൻഹാ ഷൈ. വാപ്പാ, നമ്മുടെ വീട്ടിൽ ഒന്നും ബാക്കിയില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും മിച്ചം വെച്ചുകൂടെ? അമാ തറാ ഹാലനാ ഉപ്പാ, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ആ മകനോട് അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ മിണ്ടാതിരിക്കണം. മോൻ കാര്യങ്ങൾ മനസ്സിലാകുന്ന പക്വതയിലെത്തിയിട്ടില്ല. മോനെ, ബാപ്പാക്ക് ഈ രാജാവിന്റെ സമ്പത്ത് വേണ്ട, ഇത് വേണ്ട. മോൻ മിണ്ടരുതെന്ന് പറഞ്ഞ് മോൻ അടക്കി നിർത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന ദൂതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇത് കൊടുത്തയച്ച രാജാവിനോട് പറയണം, ജസാക്കല്ലാഹു ബിഹാ ഖൈറാ, അള്ളാഹു നിങ്ങൾക്ക് നന്മ തരട്ടെ എന്ന് പറഞ്ഞ് ഈ കൊണ്ടുവന്നത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കിൻ, എനിക്കത് വേണ്ട. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരു വർഷം കഴിഞ്ഞു. മകന് വല്ലാത്ത സങ്കടം തോന്നി. വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുത്തയച്ചിട്ട് എന്റെ വാപ്പ വിവരക്കേട് ചെയ്തോ എന്ന് മകന് തോന്നി തുടങ്ങി. മകനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ അബ്ദുല്ലാഹ്, ഒരു വർഷം കഴിഞ്ഞില്ല മോനെ, ഈ ഒരു വർഷത്തിനിടക്ക് മോന് പട്ടിണി കിടക്കേണ്ടി വന്നോ? ഇല്ല. മോന് വസ്ത്രം ധരിക്കാനില്ലാതെ നഗ്നനായി നടക്കേണ്ടി വന്നിട്ടുണ്ട് മോനെ? ഇല്ലപ്പ, വസ്ത്രം ഉണ്ടായിട്ടുണ്ട്. മകൻ എന്തെങ്കിലും ജീവിതത്തിൽ വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടോ ഒരു വർഷത്തെ കാലത്തിനിടക്ക്? ഇല്ല ഉപ്പ, ഇല്ല. മോനെ, ആ മുതവക്കിൽ ബില്ല എന്ന ഭരണാധികാരി കൊടുത്തയച്ച സമ്പത്ത് ബാപ്പ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു കൊല്ലം കഴിയുമ്പോൾ അതിൽ വല്ലതും ബാക്കിയുണ്ടാകുമോ? ഇല്ല, അതൊക്കെ തീർന്നു പോയിട്ടുണ്ടാകും. മോനെ, വമാഹിയ ഇല്ലാ തുആമുൻ വതുആം, മോനെ, ഒരു ഭക്ഷണമല്ലെങ്കിൽ മറ്റൊരു ഭക്ഷണം നമ്മെ തേടിയെത്തും. വലിബാസുൻ ഇല്ലാ ലിബാസ്, ഒരു വസ്ത്രമല്ലെങ്കിൽ മറ്റൊരു വസ്ത്രം അതിന് പകരം അല്ലാഹു തരും. വളരെ മിനുത്തതും ക്വാളിറ്റിയുള്ളതും അല്ലെങ്കിൽ തന്നെയും പരുഷമായതും പരുക്കനായതെങ്കിൽ ശരി, ഒരു വസ്ത്രമില്ലാതെ ഭക്ഷണമില്ലാതെ പാനീയമില്ലാതെ നമ്മെ അല്ലാഹു കഷ്ടപ്പെടുത്തില്ലല്ലോ. മോനെ, അല്ലാഹു നമ്മളെ കഷ്ടപ്പെടുത്തിയില്ലല്ലോ. മോന്റെ വയറ്റിലേക്ക് ഹറാമ് പോകാതെ വാപ്പ മോനെ വളർത്തിയല്ലോ. മോനെ, വാപ്പായുടെ ഈ തീരുമാനത്തിൽ മോൻ എന്ത് തോന്നുന്നു? നേരമാണ് മകൻ പറഞ്ഞത്, ഉപ്പാ, അങ്ങയുടെ ഈ സൂക്ഷ്മത കാരണം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു അവന്റെ നൂറ് അല്ലാഹു തന്നിരിക്കുകയാണ്, പ്രകാശം തന്നിരിക്കുന്നു. ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ലാളിത്യമുള്ള ജീവിതം നയിച്ച് മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ഹദീസുകളുടെ ശേഖരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഭാഗ്യം ബഹുമാനപ്പെട്ടവരുടെ മുസ്നദ് എന്ന ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് തന്റെ പ്രിയപ്പെട്ട മകൻ ഈ മകൻ അബ്ദുള്ള തങ്ങളാണ് റഹ്മത്തുള്ളാഹി അലൈഹി. എവിടുന്നാണ് ഈ ധൈര്യം വന്നത്? എവിടെന്നാണ് വാപ്പയുടെ കൂടെ നിന്ന് ഇൽമിന് സേവനം ചെയ്യാനും അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്ഥാപിക്കാനും മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തൗഫീഖ് ചെയ്തത്? ആ വാപ്പയുടെ കയ്യിലൂടെ വാങ്ങിച്ചു കഴിച്ചത് ഹലാലിന്റെ ഭക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല. ഒരു വാപ്പ മക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം അവർക്ക് ഹലാല് ഭക്ഷിപ്പിക്കലാണ്. ഇത് വാപ്പയുടെ ഉത്തരവാദിത്വമാണ്. എവിടെന്നെങ്കിലും പൈസ കിട്ടിയാൽ അത് മതി എന്ന് ചിന്തിക്കുന്ന കാലമല്ലേ ഇത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിറു സമാനിന്റെ അടയാളം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അസ്സബ്റു ഫീഹാ കൽ ഖബ്ദി അലൽ ജംറ, ഒരു കാലഘട്ടം വരും, അന്ന് എന്റെ സുന്നത്തനുസരിച്ച് ജീവിച്ചു പോവൽ, ക്ഷമിച്ചു പോവൽ നിങ്ങൾക്ക് തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ തോന്നും. തീക്കനൽ കയ്യിൽ പിടിക്കാൻ പറ്റുമോ? സിസറകുട്ടിയുടെ തല നമ്മൾ കൈ കൊണ്ട് തൊടുവോ? ഒരു ഓവൻ ചൂടുള്ള ചട്ടി നമ്മൾ തൊടുവോ? തീക്കനൽ ഇസ്ലാമനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ തീക്കനൽ കയ്യിൽ പിടിച്ച പോലെ ഇട്ടേ ചോടുന്നു. ആളുകൾ പറയും മുസ്ലിമായി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. മുത്തനബി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കിയായി, ഫിത്നകൾ പ്രത്യക്ഷപ്പെടുന്ന കാലമായി കഴിഞ്ഞാൽ
അന്ത്യനാളിനോടടുക്കുമ്പോൾ ഫിത്തനകളാവും. മനുഷ്യന്മാർ പറയുന്നത് ഫിത്തനകൾ, ചർച്ചകൾ, ഫിത്തനകൾ, ഫസാദ് ഉണ്ടാക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്തൊരു കാലഘട്ടം വരും. അതുമാത്രമല്ല, ഫസാദിന് നേതൃത്വം കൊടുക്കുന്നത് തലപ്പാവ് ധരിച്ചവരാവുകയും ചെയ്യും. എങ്ങനെ? ആകാശം എന്ന മേൽക്കൂരക്ക് താഴെ ഏറ്റവും വലിയ ഫിത്ന കൊണ്ട് നടക്കുന്ന ആളുകൾ പണ്ഡിതന്മാരായി മാറുന്ന കാലമുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ചില ഭാഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതിന്റെ ചില അലയൊലികളൊക്കെ സഹിക്കുന്നവരാണ് കേരളീയ മുസ്ലിമീങ്ങൾ. മുത്തുനബി പറഞ്ഞു, ആ കാലഘട്ടത്തിൽ അലൈക്കും ബിൽ ഉസ്ബ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാതെ തന്നെ ജീവിക്കേണ്ടി വരും. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അമാ കുൻത തഹുദ്ദുനാ അല സിവാജ്, അങ്ങ് ഞങ്ങളോട് വിവാഹം ചെയ്യാൻ പറഞ്ഞവരല്ലേ നബിയെ? ഫിത്നയുടെ കാലമാകുമ്പോൾ വിവാഹം വേണ്ടെന്ന് വെക്കുകയാണോ അങ്ങ് ഞങ്ങളോട് പറയുന്നത്? മുത്തുനബിയുടെ മറുപടി വന്നു, ആ കാലഘട്ടം എന്തെന്നറിഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? യുഫ്തനുർ റജുൽ, ഒരു മനുഷ്യന് വരുന്ന ഫിത്ന തന്റെ മാതാപിതാക്കളിലൂടെയാണ്. മാതാപിതാക്കളിലൂടെ. വഇല്ലം യകുൽ ലഹു അബ്, ബാപ്പയില്ലെങ്കിൽ ഫസൗജതുഹു, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ അയൽവാസികൾ, ഖറീബാഉഹു വജീറാനുഹു, ഖറാബതുഹു വജീറാനുഹു. ഒരു മനുഷ്യന്റെ അയൽപക്കക്കാരും ഭാര്യയും വീട്ടുകാരും ഒരു മനുഷ്യനെ ഫിത്നയാക്കുന്ന കാലം വരും. അവർ ചോദിച്ചു, നബിയേ വകൈഫ ദാക്, സ്വന്തം ഉമ്മി വാപ്പി ഒരാളെ ഫിത്നയിലാക്കേ, അതെങ്ങനെയാണ് നബിയേ? അന്ത്യനാളിനോടടുക്കുന്ന ഒരു കാലഘട്ടത്തെ വിവരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമഅനൽ ഹദീസ്. ആ ഹദീസിന്റെ മഅനയാണ് ഞാൻ പറയുന്നത്. മുത്തുനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ യുഅയ്യിറൂനഹു ഫീ ളീഖി ഐശിഹി, യുഅയ്യിറൂനഹു ഫീ ളീഖിൽ മഈശ, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ പൈസ കയ്യിലില്ലല്ലോ എന്ന് അവരെ കളിയാക്കുന്ന അവസ്ഥ വരും. ആര് കളിയാക്ക? ഉമ്മയും വാപ്പയും. ഉമ്മയും വാപ്പയും പറയും, പൊന്നാരം മോനെ, ഇപ്പൊ എന്തിനെ കുറെ കാലം ഗൾഫിൽ പോയില്ലേ, വല്ലതുണ്ടാക്കിയോ? ഉമ്മയും വാപ്പയും ചോദിക്കണില്ലേ? ഗൾഫുകാർക്കൊക്കെ ശരിക്കും മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എന്താണ്. അവര് ചോദിക്കാൻ തുടങ്ങും. കയ്യിൽ പൈസ ഇല്ലാത്ത മക്കളെ, മുഖവിലയില്ലാത്ത കാലം വരും. ആർക്ക്? സ്വന്തം നൊന്തുപറ്റ ഉമ്മക്ക്, ജന്മം കൊടുത്ത ജന്മത്തിന് കാരണക്കാരനായ വാപ്പക്ക് തന്റെ മക്കളിൽ പൈസ ഇല്ലാത്തവനോട് പുച്ഛം തോന്നുന്ന കാലം വരും. ഹലാലുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരു മകൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നൊരു മകൻ, പക്ഷേ വരുമാനം കുറവാണ്, ശമ്പളം കുറവാണ്, ജീവിത സാഹചര്യങ്ങൾ മോശമാണ്, എന്നാലും അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒന്നും അയാൾ ചെയ്യില്ല. അങ്ങനത്തെ മകനെ ബാപ്പാക്ക് കണ്ടുകൂടാ, ഉമ്മാക്ക് കണ്ടുകൂടാ എന്ന കാലം വരും. ഇത് വന്നിട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവര് പറയാൻ തുടങ്ങും, ഈ 10-15 കൊല്ലയിലെ മോനെ പോകാൻ തുടങ്ങിയിട്ട് നീ നിർത്തിക്കണം. നിങ്ങൾ കാണുന്നില്ല വാപ്പ, എന്റെ കൂട്ടുകാരന്റെ വാപ്പ വരുമ്പോ എന്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അവന്റെ കയ്യിലില്ലാത്ത ഫോണുകളുണ്ടോ, മാറ്റി മാറ്റി കൊണ്ടിടക്കല്ല. 6 മാസം കൂടുമ്പോ എറിഞ്ഞു പൊളിക്കാണ് വലിയ വലിയ വിലപിടിപ്പുള്ള ഫോണുകൾ. പൊന്നാര വാപ്പ, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? വാപ്പ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജീവിതമില്ലാതെ തുലച്ചു കളയുന്നത്? എന്തിനാണ്? വാപ്പയുടെ കയ്യിൽ പൈസയില്ലെന്ന് മക്കൾ വാപ്പയെ കളിയാക്കുന്ന കാലം വരും. അങ്ങനെയാണ് ഒരുപാട് കാലം ഗൾഫ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നാട്ടുകാർക്ക് ആ മനുഷ്യന് പിന്നെ വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, വേണ്ട. എന്തേ? കയ്യിൽ പൈസ ഇല്ല. അങ്ങനത്തെ കാലം വരും. മൂല്യന്മാർക്ക് വരെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ബഹുമാനിക്കാത്ത കാലം അപ്പൊ അല്ലേ? അത് മിസ്കീനാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ തഖ്വയും ഈമാനൊന്നുമല്ല നോക്കുക. അങ്ങനത്തെ കാലായിപ്പോയി. എന്താ ചെയ്യാ? മുത്തുനബി പറഞ്ഞു, അത് മാത്രമല്ല, യുകല്ലിഫൂനഹു മാ ലാ യുതീഖ്. ഈ ഹദീസ് ഇങ്ങനെ ഓതുമ്പോ മനസ്സിലായി, റബ്ബേ ഇത് നമ്മളെ പറ്റി പറയാൻ. യുകല്ലിഫൂനഹു മാ ലാ യുതീഖു, ഒരു മനുഷ്യന് സാധ്യമല്ലാത്തത് അവനോട് കൊണ്ടുവരാൻ വേണ്ടി പറയും. അയക്ക് മോനെ 50,000. പൊന്നാരുമ്മ കഴിഞ്ഞ മാസല്ലേ 1,00,000 രൂപ അയച്ചത്, അതൊക്കെ എപ്പോ തീർന്നു മോനെ? എവിടുന്ന അയാൾ അയച്ചു കൊടുക്കുക? ഉമ്മ, എന്റെ വരുമാനം നിങ്ങൾക്കറിയില്ലേ? അതൊക്കെ ഉമ്മാക്കറിയാം. എത്രയാ ഉറുപ്പ്യക്ക് വില, എത്രയാ ദിർഹമിന്റെ വില? ഉമ്മ അങ്ങോട്ട് പത്രം വായിച്ചിട്ട് പറയാ. പൈസക്ക് എവിടെ പോകുന്നു?
ഉമ്മ എന്റെ ഭാര്യയില്ലേ, മക്കളില്ലേ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നില്ലേ, എന്തിനാ മോനെ നിനക്ക് കൂടെ നടക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കാശില്ലെങ്കിൽ എന്തിനാ നീ കൊണ്ടുപോകുന്നത്, ഇവിടെ ആക്കിപ്പോയിക്കോ, പൈസ അയക്ക് എന്ന് നിരന്തരമായി തന്റെ മകന് കഴിയാത്തത്, തന്റെ മകന്റെ വരുമാനം എത്രയാണെന്ന് ചിന്തിക്കാതെ ഇവിടെ പുട്ടടിച്ച് നടക്കുകയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആർഭാടം ചെയ്തിട്ട്, ധൂർത്ത് ചെയ്തിട്ട് മകൻ കടൽ കയറി അക്കരെ പറ്റിയാൽ പിന്നെ ചോദ്യമാണ് ഓരോ ഫോണിലും പൈസ വേണം, പൈസ വേണം. എവിടുന്നാ ഇതുണ്ടാക്കി കൊടുക്കുന്നത്? അങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതിനപ്പുറം നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങും. പള്ളിക്കമ്മിറ്റിയുടെ എഴുത്ത് വേറെ വരുന്നു, തന്നേക്കണം നിർബന്ധം. ഉമ്മയുടെ വിളി വേറെ, ഭാര്യയുടെ വിളി വേറെ, നാട്ടുകാരുടേത് വേറെ, ഭാര്യ വീട്ടുകാരുടേത് വേറെ. അങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് അവനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ ഹറാമിലേക്ക് പോകാൻ നിർബന്ധിതനാകും. ആ കാലഘട്ടം നിങ്ങൾക്ക് അലൈക്കും ബുയൂത്തക്കും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നുകൊള്ളൂ, അത് ഫിത്നയുടെ കാലമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ. നടുവൊടിയാൻ ഈ സാധു 30 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ പ്രവാസിക്ക് എന്തുണ്ട് നാട്ടിൽ? ഒന്നുമില്ല. അവന്റെ പൈസ കൊണ്ടാണ് തന്റെ നാട്ടുകാരായ എത്രയോ പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഈ പാവത്തിന്റെ മകളെ കെട്ടിക്കാൻ ആരെങ്കിലും സഹായിക്കോ? ഗൾഫുകാരനല്ലേ. സാധ്യമല്ലാത്തത് ചോദിച്ചിട്ട് ഹറാമിന്റെ പൈസ ഉണ്ടാക്കിയിട്ടെങ്കിലും 4 കാശുണ്ടാക്കിയില്ലെങ്കിൽ തനിക്ക് നിലനിൽപ്പില്ല എന്ന് തോന്നുന്ന സമയത്ത് അള്ളാഹു ഹറാമാക്കിയ വഴിയിലേക്ക് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങും. അപ്പോഴാണ് പിന്നെ പേഴ്സണൽ ലോൺ എടുക്കുന്നത്. പലിശ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു. പിന്നെ ഹറാമിന്റെ വഴി, വട്ടിപ്പലിശക്കെങ്കിൽ വട്ടിപ്പലിശ. ഉമ്മ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, വിളിയോട് വിളി, മോനെ പൈസ വേണം, പൈസ വേണം. എന്തിന്? ധൂർത്ത് ചെയ്യാൻ, നെഞ്ചു വിരിച്ച് നടക്കാൻ നാട്ടുകാരുടെ മുമ്പിൽ, ഞങ്ങളുടെ സൽക്കാരത്തിന്റെ മേന്മ ഇത്രയാണെന്ന് പറയാൻ, ആർഭാടം കാണിക്കാൻ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ? ആരുടെ ചോര കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? പച്ചപ്പാവങ്ങളായ നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ ഉണ്ടാക്കി ശല്യം തീരാഞ്ഞിട്ട് വട്ടിപ്പലിശക്ക് പൈസ വാങ്ങി കൊടുത്തയക്കുന്നത് ഹറാമിന്റെ പൈസയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഹറാമിന്റെ പൈസ കൊണ്ടാണ് നിങ്ങൾ ആ സൽക്കാരം പൊടിപിടിച്ചത്. പലിശയുടെ പൈസ കൊണ്ടാണ് നിങ്ങൾ ആ വിവാഹം പൊടിപിടിച്ചത്. അതിന്റെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ അഹങ്കരിച്ച് നടന്നത്. സ്വന്തം മക്കളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഹറാമ് കൊണ്ടുകൊടുക്കുന്ന കാലഘട്ടം വരുന്നത് ഫിത്നയുടെ കാലമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാവൽ തരട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലി. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. പിന്നെ ഒരു ദിക്ർ ചൊല്ലിക്കോളെ. അള്ളാഹുവിനോട് മഴ വേണ്ടാന്ന് നമ്മൾ ചോദിക്കണ്ട. അള്ളാഹുവേ മഴ ഞങ്ങൾക്ക് ഇപ്പോ എന്ത് ചെയ്യാ, ഞങ്ങളുടെ ചുറ്റുഭാഗത്തും കൊടുത്തേക്ക് റബ്ബേ, ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടാന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാം, കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളൂ, ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിതിശ് ശജറ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഹവാലൈനാ, ഞങ്ങൾക്ക് ചുറ്റുഭാഗത്തും കൊടുക്കണമേ. വഅലൽ ആകാമി, കാടുകളിലേക്കും, വൽ ജിബാലി, പർവ്വതങ്ങളിലേക്കും, വമനാബിതിശ് ശജർ, കൃഷിയിടങ്ങളിലേക്കും കൊടുത്തേക്ക് റബ്ബേ. മുത്തുനബിയുടെ മുമ്പിൽ വന്ന് പ്രളയക്കെടുതി പറഞ്ഞപ്പോ നബിയെ മഴ മതി, മഴ മതി, അള്ളാഹുവിനോട് മഴ നിർത്താൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് മിമ്പറിൽ നിന്ന് മുത്തുനബി ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയത്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിതിശ് ശജറ. അല്ലാഹു നമുക്ക് പ്രയാസമില്ലാത്ത രീതിയിലാക്കി തരട്ടെ. ജസാക്കുമുല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹർറിൽ ഹലാലിനെ സംബന്ധിച്ച് പറയാറുണ്ട്, നിങ്ങൾ ഹലാൽ സൂക്ഷിക്കണം. വാപ്പമാര് മക്കൾക്ക് തർബീത്ത് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം അവരുടെ വായിലൂടെ കടക്കുന്ന ഭക്ഷണം നിങ്ങൾ ഹലാൽ നിന്നുണ്ടാക്കിയ ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്തലാണ്. അതാണ് ആദ്യം ചെയ്യേണ്ട പണി. പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാതിരിക്കുന്നത്, കള്ളത്തരത്തിലുള്ള ജോലികൾ ചെയ്യാതിരിക്കുന്നത്,
വഞ്ചന ചെയ്യുന്ന ഏർപ്പാടുകൾ ചെയ്യാതിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കാശുണ്ടാകും. അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ, എന്നൊന്നും കുഴപ്പമില്ല. അറബികളെ പറ്റിച്ചിട്ടൊന്നും ചെയ്യരുതേ, അതാണ് വിഷയം. എന്ത് ചെയ്യരുത്? വഞ്ചന ചെയ്തിട്ട് ചെയ്യരുത്. വഞ്ചനയിലൂടെ പൈസ ഉണ്ടാക്കിയാൽ അള്ളാഹു അത് കൊണ്ടുപോകും. കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് ഞെളിയാൻ പറ്റൂ, അള്ളാഹു കൊണ്ടുപോകും. മുത്തുനബിയോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, നബിയേ ഉദ്ഉല്ലാഹ ലീ അൻ നകൂന മുസ്തജാബദ് ദഅവ, നബിയേ എന്റെ ദുആഇന് ഉത്തരം കിട്ടാൻ വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് ദുആ ഇരക്കണം നബിയേ. സഅദ് എവിടെന്ന് ദുആ ഇരന്നാലും ഉത്തരം വേണം, അതിനൊന്ന് ദുആ ഇരക്കും നബിയേ. ഇത് വല്ലാത്ത ചോദ്യമാണല്ലേ. ഉംറക്കൊക്കെ പോകുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങ. ഹറമിലെത്തുമ്പോഴേ പരിശുദ്ധമായ നബിയുടെ ഹറമിലും മക്കയുടെ ഹറമിലും ചൊല്ലുമ്പോൾ, അല്ലാഹുവേ ഇനി ഞാൻ നാട്ടിലേക്ക് ബങ്കരകുന്നുവിലേക്ക് തിരിച്ചു പോയാലും, തളങ്കരയിലേക്ക് തിരിച്ചു പോന്നാലും, കാസർകോട്ടേക്ക് തിരിച്ചു പോന്നാലും, കാഞ്ഞങ്ങാട്ടേക്ക് എത്തിയാലും, അല്ലാഹുവേ ഞാൻ എവിടെ എത്തിയാലും ദുആ ചെയ്താൽ ദുആഇന് ഉത്തരം തരണേ. അത് ചാവി, അത് അവിടുന്ന് ചോദിച്ചു വാങ്ങി പോരണം. എന്നാ പിന്നെ ഇവിടെ എത്തിയാൽ ദ്വാരനാലും ഉത്തരം കിട്ടും. സഅദ് തങ്ങൾ ദുആ ചെയ്യുന്ന നബിയോട് ചോദിക്കുന്നു, നബിയേ ഉദ്ഉല്ലാഹ ലീ അൻ നകൂന മുസ്തജാബദ് ദഅവ, എന്റെ ദുആഇന് ഉത്തരം തരാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ഇരക്കണം നബിയേ. ആ അപേക്ഷക്ക് മുത്തുനബി കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? യാ സഅദ്, സഅദേ അത്ഇബ് മത്അമക, അത്ഇബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ നിങ്ങൾക്ക് നല്ലതാവണം, ത്വയ്യിബാവണം, ഹലാലാവണം. തകുൻ മുസ്തജാബദ് ദഅവ, നിങ്ങളുടെ ദുആഇന് ഉത്തരമുണ്ടാകും. അത്ഇബ് മത്അമക, ദുആക്ക് ഉത്തരം വേണമെന്നല്ലേ പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയോ? അത്ഇബ് മത്അമക, തിന്നുന്ന ഭക്ഷണം ഹലാലാണെന്നും അള്ളാഹുവിന് പൊരുത്തമുള്ളതാണെന്നും ഉറപ്പുവരുത്തുക. വിളിക്കാത്ത കല്യാണത്തിനൊന്നും പോകാൻ നിൽക്കണ്ടെന്നർത്ഥം. അത് വലിയ വിളവൊന്നുമല്ല. വിളിക്കാത്ത കല്യാണത്തിന് പോയി വയറ് നിറച്ച് തിന്നിട്ട് ആ കല്യാണം എന്ത് ചെയ്യുക? നാശാക്കി കൊടുക്കുക. പിന്നെ പുതിയാപ്പിളുടെ കൂടെ വരുന്നവർക്ക് ഭക്ഷണമല്ല, നാട്ടുകാർ മുഴുവൻ പോയി തിന്നിട്ടുണ്ട്. ആരാ അത് വിളിക്കാത്തവർ വന്നിട്ട്? ശരീരത്തിലേക്ക് കടക്കുന്നത് ഹറാമിന്റെ പോഷണമാണ്. കുറച്ച് മസിലൊക്കെ ഉണ്ടാവും, പിന്നെ അള്ളാഹുവിന്റെ കടത്തും കുറച്ച് കാലം. എന്തേ? നീ കഴിച്ചത് ഹലാലല്ല. തന്നെ പടച്ചോനെ കുറെ തിന്നുപോയിട്ടുണ്ടല്ലോ, അങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? ഇറച്ചി പരിഞ്ഞെടുക്കാൻ വയ്യല്ലോ ദേഹത്തുനിന്ന്. തൗബ ചെയ്ത് മടങ്ങിക്കോളി, തൗബ ചെയ്ത് മടങ്ങിക്കോളി മുഅ്മിനീങ്ങളെ, തൗബ ചെയ്ത് മടങ്ങിക്കോളി. റോഡ് സൈഡിലൊന്നും കല്യാണം വെക്കാൻ പറ്റാത്ത അവസ്ഥ. കല്യാണ മണ്ഡപങ്ങളിൽ ചെമ്പ് വെച്ചാൽ തീരില്ല, തികയുന്നില്ല. വിളിക്കാത്തവരൊക്കെ വന്ന് തിന്നാണ്. സുബ്ഹാനല്ലാഹ്, ഫ്രീ കിട്ടില്ല. എന്നിട്ട് 4 ഡയലോഗും ഈ പോരാൻ പല്ല് കുത്തിയിട്ടായി ഇറങ്ങണതേ. ഭക്ഷണം പോരാൻ, എവിടെ? ഓന് വിളിച്ചിട്ടില്ല, വെറുതെ വന്ന് 5 കാശ് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഓന്റെ ഡയലോഗ് പോരാൻ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നന്ദി കിട്ടുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. അത്ഇബ് മത്അമക, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുവരുത്തി. ദുആഇന് ഉത്തരം കിട്ടും. അല്ലാഹു ഉത്തരം തരട്ടെ, അല്ലാഹു ഉത്തരം തരട്ടെ. മഹാനായ ഇമാം ദഹബി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, സൈറു അലാമിൻ നുബലാ. സൈറു അലാമിൻ നുബലാ, പ്രഗൽഭരായ പണ്ഡിതന്മാരുടെ ബയോഗ്രഫിയാണ് ആ ഗ്രന്ഥത്തിൽ മുഴുവനും. സൈറു അലാമിൻ നുബലായിൽ ഇമാം ദഹബി റളിയല്ലാഹു അൻഹു ഇമാമുൽ ഹറമൈനിയുടെ ഒരു സംഭവം പറയുന്നുണ്ട്. ഇമാമുൽ ഹറമൈനി ശാഫിഈ മദ്ഹബ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം. പ്രഗൽഭനായ ഇമാമാണ്, ഫഖീഹാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ശത്രുക്കളുമായി അവിശ്വാസികളുമായി സംവാദം നടത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് ഇടർച്ച വരാറുണ്ട്. നാവിൽ വാക്കുകൾ വരില്ല. പെട്ടെന്ന് ചെറിയൊരു സ്റ്റക്ക് വരും, ഒരു പ്രയാസം വരും, ഒരു വിക്ക് വരും. ആ സമയം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. വല്ലാഹി ഇന്നി അഅലമു സബബ ഹാദൽ ഇഹ്തിബാസ്. എന്റെ നാവിലൂടെ വാക്കുകൾ ഫ്ലോ ആയി വരാൻ കഴിയാത്തതിന്റെ, ഞാൻ പറയുന്ന വാക്കുകൾ കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കാത്തതിന്റെ കാരണം എനിക്ക് നന്നായി അറിയും. ആളുകൾ ചോദിച്ചു, എന്താണത്? എന്റെ വാപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു, വളരെ നല്ല ഒരാളായിരുന്നു. എന്റെ വാപ്പ നല്ല ആളായിരുന്നു. കാന അബൂഹു മിനൽ ഉലമാ,
ഇമാമുൽ ഹറമൈനിയുടെ വാപ്പ വലിയ പണ്ഡിതനാണ്, പക്ഷേ മകന്റെ അത്ര പ്രശസ്തി ഉണ്ടായിട്ടില്ല. ആ മകന്റെ ഉപ്പ ഈ പൊന്നുമോൻ പ്രസവിക്കപ്പെട്ടപ്പോൾ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, മോളെ നീയല്ലാതെ ഒരാളും കുഞ്ഞിന് പാല് കൊടുക്കരുത്. അറബികളുടെ കഷ്ടം എന്ന് വെച്ചാൽ അവരുടെ സിസ്റ്റത്തില് കുഞ്ഞിന് പാല് കൊടുക്കാൻ ഉമ്മന്നെ വേണമെന്നില്ല. അങ്ങനെയാണ് അവര് പല ആളുകളും കുഞ്ഞിന് മുലയൂട്ടും. അതുകൊണ്ട് ആ റളാഅത്തിന്റെ ബന്ധമൊക്കെ ഒരുപാട് കിതാബുകൾ ചർച്ച തരാൻ തന്നെ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും ഹലീമ ബിബിയല്ലേ മുലയൂട്ടാൻ കൊണ്ടുപോയത് റളിയല്ലാഹു അൻഹ. അത് അറബികളുടെ രീതിയാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. വളരെ വിചിത്രമാണ് അങ്ങനെയൊക്കെ അല്ലെ, ഉമ്മയല്ലാത്ത ഒരു കുഞ്ഞിന് പാൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലില്ല, പക്ഷേ അറബികളുടെ ലോകത്ത് ഇത് ധാരാളമാണ്. വാപ്പ പറഞ്ഞു, മോളെ, ഭാര്യയോട് പറഞ്ഞു, എന്റെ ഉമ്മയോട് പറഞ്ഞു, നീയല്ലാതെ ഒരാളും എന്റെ കുഞ്ഞിന് പാല് കൊടുക്കരുത്. ഇതേ സംഭവം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറയാറുണ്ട്, മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ സംബന്ധിച്ച് കാണാൻ കഴിയും. അല്ലാമ ദഹബി തങ്ങൾ സൈർ അലാമിൻ നുബലായിൽ രേഖപ്പെടുത്തിയത് ഇമാമുൽ ഹറമൈനിയെ സംബന്ധിച്ചാണ്. ഒരു ദിവസം എന്റെ ഉമ്മ എന്നെ വീടിന്റെ നടുമുറ്റത്ത് കിടത്തിപ്പോയ സമയത്ത് ഞാൻ വല്ലാതെ വാവിട്ട് കരഞ്ഞു. വാപ്പ പറഞ്ഞു കൊടുത്ത കഥയാണ്. വല്ലാതെ വാവിട്ട് കരഞ്ഞു. ഉമ്മ ജോലി തിരക്കിലാണ്. അന്ന് ദാറാണ്. ദാറും ബൈത്തും അറബിയിൽ വ്യത്യാസമുണ്ട്. അറബി പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് സദസ്സിലുണ്ടാവും. ദാർ എന്ന് പറഞ്ഞ ഒന്നിലേറെ വീടുകൾ ഉണ്ടാകുമ്പോഴാ ദാർ എന്ന് പറയാ. ബൈത്ത് ഒരു വീട്ടുകാരെ താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീടാണ് ബൈത്ത്. ബൈത്ത് മുദക്കറാണ്, ദാർ മുഅന്നസാണ്. ഒരുപാട് വീടുകൾ ചുറ്റി ഒരു കുടുംബം ഒന്നാകെ താമസിക്കുന്ന കോമ്പൗണ്ടിനാണ് നമ്മൾ ദാർ എന്ന് അറബിയിൽ പറയാം. ഞങ്ങളുടെ കൂട്ടു കുടുംബത്തിന്റെ വീടിന്റെ മുറ്റത്ത് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ കരയാൻ തുടങ്ങിയപ്പോ എന്റെ ഉമ്മ എന്റെ കരച്ചിൽ കേൾക്കാതെ വരികയും ഉമ്മ ജോലി തുടരുകയും ചെയ്തപ്പോ എന്റെ നിലവിളിച്ച കരച്ചിൽ കേട്ട് ഞങ്ങളുടെ അയൽപക്കത്ത് ജോലി ചെയ്യുന്ന ഒരു വീട്ടുകാരന്റെ അടിമപ്പെണ്ണ് ജാരിയത്ത്, ഒരടിമപ്പെണ്ണുണ്ട്, ഒരമത്തുണ്ട്. അവൾ ഓടി വന്നു. അവൾ പ്രസവിച്ചവളാണ്. എന്നെ വാരിപ്പുണർന്നു. എന്റെ കരച്ചു നിൽക്കാൻ വേണ്ടി എനിക്ക് അവർ പാല് തന്നു. ആ പാല് കുടിച്ച് ഞാൻ കരച്ചിലൊക്കെ നിർത്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ വീട്ടിലേക്ക് കയറി വരുന്നത്. ആ അടിമപ്പെണ്ണിനെ താങ്ങി നിർത്തുന്നതും എനിക്ക് പാല് തരുന്നതുമാണ് കാണുന്നത്. അവര് പറഞ്ഞു, അല്ലാഹുവേ കാക്കണേ പടച്ചവനെ, എന്റെ കുഞ്ഞിന് എന്റെ ഭാര്യയല്ലാതെ മറ്റാരും പാല് കൊടുക്കരുതല്ലോ. അവർ ചോദിച്ചു, സഹോദരി നിങ്ങൾ എന്താ ചെയ്തത്? പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് കരയായിരുന്നു, ഞാനെടുത്തു, കുഞ്ഞിന് പാല് കൊടുത്തപ്പോ കുഞ്ഞ് ശാന്തനായിട്ടുണ്ട്. പറഞ്ഞു, പെണ്ണെ, നീ ഞങ്ങളുടെ അയൽവാസിയുടെ അടിമ സ്ത്രീയാണ്. അടിമ എന്നത് സമ്പത്ത് വിൽക്കപ്പെടുന്ന പോലെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നിന്റെ പാല്, നിന്റെ ജോലി, നിന്റെ ആരോഗ്യം എന്റെ അയൽപ്പക്കക്കാരൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞിന് പാല് തരാനുള്ള സമ്മതം നിന്റെ ഉടമസ്ഥനോട് ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എന്റെ വായയിലേക്ക് എന്റെ വാപ്പ വിരലിട്ടു. എന്നെ കൊണ്ട് ഛർദിപ്പിച്ചു. കുടിച്ച പാല് മുഴുവനും ഞാൻ ഛർദിച്ചു. എന്നിട്ടും എന്റെ ശരീരത്തിൽ എവിടെയോ പാല് കടന്നുപോയതിന്റെ പേരിൽ, നാഡീധമനികളിലേക്ക് കടന്നുപോയതിന്റെ ഏതെങ്കിലും ഒരംശം എന്റെ ശരീരത്തിൽ ബാക്കിയുള്ളത് കൊണ്ടാണ് ഇന്നും എനിക്ക് വിക്ക് വരുന്നത് എന്ന് എനിക്കറിയാമെന്ന് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ടോ? ഒന്നാണ്, നമുക്ക് മൊത്തം വിക്ക് വരേണ്ടതല്ലേ? നമ്മൾ കഴിക്കുന്നതൊന്നും അങ്ങനെ ഹലാലായിട്ടില്ലല്ലോ, എന്തേ ഇപ്പൊ അങ്ങനെ ഇല്ലാത്തത്? ആലോചിക്കണം, നന്നായിട്ട് ആലോചിക്കണം. മദീനയിൽ മുത്തുനബി തങ്ങളും സ്വഹാബികളും ഇരിക്കുമ്പോൾ ഒരു ദുർഗന്ധം വരുന്നു. ഒരു ദുർഗന്ധം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണത് പറഞ്ഞത്. ഹദീസിൽ കാണാൻ കഴിയും. വല്ലാത്ത ദുർഗന്ധം. ഞങ്ങൾ ചോദിച്ചു, മുത്തുനബിയെ എന്താണ് ആ ദുർഗന്ധം? കാരണം അങ്ങനെ ഒരു ചപ്പ് ചവറുകളുള്ള പ്രദേശം മദീനയുടെ പരിസരത്തില്ല. നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? ജൂതന്മാരിൽപ്പെട്ട ചില ആണുങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് അവരുടെ വീടുകളിൽ നിന്ന് പറഞ്ഞതിന്റെ
എന്നിട്ട് ആ ഹദീസിനെ തഅലീഖ് ചെയ്തു, അതിന്റെ അനുബന്ധം കൊടുത്തു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ നമ്മളത് അനുഭവിക്കാത്തത്? എമ്പാടും ഗീബത്ത് നമീമത്തുകൾ നമ്മുടെ വാട്സപ്പിലല്ലേ, മൊബൈലിനൊക്കെ എന്തൊരു നാറ്റം വരണം അങ്ങനെയാണെങ്കിൽ അല്ലേ? നമ്മുടെ TV സ്ക്രീനിൽ നിന്ന് നാറ്റം വരണ്ടേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകൾക്കുള്ളിൽ നിന്ന് നാറ്റം വരണ്ടേ? എന്താ അതറിയാത്തത്? ഫഖദ് അമ്മൽ ബലാ, ആ നാശം വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങ് വ്യാപിച്ചു. അന്ന് അങ്ങനെയല്ലല്ലോ. ശുദ്ധമാണ് കാലാവസ്ഥ. കാലാവസ്ഥ ശുദ്ധമാകുമ്പോ അതിൽ വരുന്ന മാറ്റം പെട്ടെന്ന് തിരിച്ചറിയും. മുക്കുവന്റെ വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞു പോയാൽ പറയുന്ന കഥല്ലേ, പെണ്ണ് പറയില്ലേ, എന്തോ ഒരു നാറ്റായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോ, കല്യാണം കഴിഞ്ഞ് മുക്കുവന്റെ വീട്ടിൽ ഒരു 2 മാസം താമസിക്കുമ്പോൾ ഇപ്പൊ നാറ്റല്ല, ഞാൻ വന്നതിന് ശേഷം വൃത്തിയായത്, അവിടെ മൂക്കിനത് ശീലായിപ്പോയി. ഇതാണല്ലോ അതിന്റെ നിജസ്ഥിതി എന്ന പോലെ. അതുകൊണ്ട് അപ്പൊ നമ്മൾ ഈ മാറ്ററിയാത്തത്. ഇമാമുൽ ഹറമൈനിക്ക് വന്ന വിക്ക് ശുദ്ധന്മാർ ജീവിച്ച കാലമാണ്, ശുദ്ധന്മാരാണ്. എന്റെ ഉപ്പ എന്നോട് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു, ഛർദ്ദിപ്പിച്ചു. ചെറിയ പിഞ്ചു പൈതലിനെ, 1 വയസ്സോ 1.5 വയസ്സോ ഉള്ള കുഞ്ഞിന്റെ വായിൽ നിന്നാണ് ആ പാല് ഛർദ്ദിപ്പിച്ചെടുത്തത്. അതിന്റെ അംശങ്ങൾ എവിടെയോ എന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരാത്തത്, എവിടെയോ ബാക്കിയുള്ളതിന്റെ പേരിലാണ് ഇന്നും ഞാൻ എന്റെ നാവിൽ ഇതിന്റെ വിഷമം അനുഭവിക്കുന്നത്. ഒരു വാപ്പ തന്റെ മകന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സേവനം അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലായ സമ്പാദ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ, ഒരു ദിവസം പാല് കുടിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം വന്നപ്പോ ദാഹിച്ചു നിൽക്കുമ്പോ പാല് കൊണ്ടുപോയി കൊടുത്തു. വളരെ പെട്ടെന്ന് തന്റെ പരിചാരകനോട് ചോദിച്ചു, യാ ഗുലാം മിൻ ഐന ലക ഹാദാ, എവിടുന്നായി കൊണ്ടുവരുന്നത്? മിൻ ഇബ്ലിസ് സ്വദഖ, നമ്മുടെ സക്കാത്തിന്റെ ഒട്ടകത്തെ കെട്ടിയിട്ട് ആ ആലയുണ്ടല്ലോ, അവിടുന്ന് കിട്ടിയതാണ്. ഒട്ടകത്തിന്റെ ഏത് ഒട്ടകം? ഇബ്ലു സ്വദഖ. സ്വദഖ എന്ന് പറയുന്നത് സക്കാത്തിനാണ്. ശറഇന്റെ പല ടേമുകളിലും ഇസ്തിലാഹിൽ സ്വദഖ എന്ന വാക്ക് സക്കാത്തിന്റെ അർത്ഥത്തിൽ വരും. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാ, സ്വദഖയുടേതാണ്, സക്കാത്തിന്റേതാണെന്ന അർത്ഥം അവിടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്ലക്തനീ, നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഉമറിന് സക്കാത്തിന്റേത് കുടിക്കാൻ പാടുള്ളതല്ലല്ലോ, ഉമർ സക്കാത്ത് വാങ്ങാൻ അർഹനല്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഛർദ്ദിച്ചു, ഹത്താ അജ്ഹസ, ഛർദ്ദിച്ച് വല്ല അപകടവും സംഭവിക്കുമോ, ശ്വാസം തിങ്ങി മരിക്കുമോ എന്ന് തോന്നുമാർ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ചുകൊണ്ട് ശരീരത്തിലെ അവസാനത്തെ ഒരു തുള്ളി പോലും പുറത്തെടുത്തു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മളിതൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. എത്ര വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നുണ്ടാവും. ദയവ് ചെയ്തിട്ട് പറയാം, നിങ്ങൾ ആരെങ്കിലും ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ ജോലി ബാങ്കിലാ, ഹറാമായ ബിസിനസ്സാണ്, അല്ലെങ്കിൽ കള്ള ബിസിനസ്സാണ്, അവിടെ ബോംബെയിൽ വേശ്യാലയം നടത്തല, ഒന്ന് പറഞ്ഞു കൊടുത്ത് എന്നിട്ട് വരികയാണെങ്കിൽ വിളിച്ചാൽ മതി. ദയവ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാതെ വിളിച്ചുകൊണ്ട് അവരുടെ വയറ്റിലൊന്നും ഹറാമാക്കി കൊടുക്കരുതേ. ദയവ് ചെയ്തിട്ട് പറയാം, വലിയ വിഷയമാണ്. തഹറിൽ ഹലാൽ വൽ ഹറാം, എന്താണ് ഹലാലുകൾ എന്താണ് ഹറാമുകളെന്ന് നോക്കാതെ ജീവിക്കുന്ന കാലം താൻ നശിച്ചു പോകുന്നതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളവർ നശിപ്പിക്കേണ്ടതുണ്ടോ? മുത്തനബി പറയാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കൈയുയർത്തിയാൽ തന്നെ അള്ളാഹുവിന്റെ മലക്കൂത്ത് സമാ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ദുആഇന് ഉത്തരം വരും. നിങ്ങൾ ദുആ മതി, ഉത്തരം വരും. എന്തേ? നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ മക്കൾക്ക് കൊടുക്കേണ്ടതും ആദ്യത്തെ പാഠം അത് തന്നെയാണ്. മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ശ്രദ്ധ വരേണ്ടത് അവരുടെ ഭക്ഷണമാണ്. അല്ലാഹു ഹലാല് കൊടുക്കാനും അത് ഹലാല് കഴിക്കാനുമുള്ള മാത്രമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമാ, സിദ്ദീഖ് തങ്ങളുടെ വാപ്പ മുസ്ലിമായിട്ടുണ്ട് പിന്നീട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം ഇതുപോലെ തന്റെ ഗുലാമിനോട്, തനിക്ക് ജോലി ചെയ്യുന്ന ഗുലാമിനോട്, എത്യോപ്യക്കാരനായ ഒരു ചെറുപ്പക്കാരനായ അടിമയുണ്ട് ബഹുമാനപ്പെട്ടവർക്ക്, ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ അവൻ കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു. ചോദിച്ചു, എവിടുന്നാണിത്? സാധാരണ എപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിക്കുന്നതിന്റെ മുമ്പേ ചോദിക്കും എവിടുന്നാണ്. അന്ന്
വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചോദിച്ചില്ല. കഴിച്ചിട്ട് ചോദിച്ചു, അല്ല എവിടുന്ന ഇപ്പൊ കിട്ടിയത്? അവൻ പറഞ്ഞെന്താന്നറിയോ? സിദ്ദീഖ് അതിന്റെ രസം പറയണോ? ഞാൻ ജാഹിലിയ കാലത്തെ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ ഒക്കെ മുമ്പ്, ഇസ്ലാമൊക്കെ വരുന്നതിന്റെ മുമ്പ് ഞാൻ ജ്യോത്സ്യപ്പണി എടുത്തിരുന്ന ആളാ, ജ്യോത്സ്യനായിരുന്നു. ആളുകൾ ഇങ്ങനെ വന്ന് പറയുമ്പോ ഓരോന്ന് പറഞ്ഞു കൊടുക്കും, നിന്റെ ഭാവി ഇന്നതാണ്, നാളെ ഗൾഫൊക്കെ വിസ കിട്ടും. ഇതൊക്കെ പറഞ്ഞു കേൾക്കാൻ നമുക്ക് ആഗ്രഹം അല്ലേ? ആരെടുത്ത് ചെല്ലും, ഉസ്താദെ ഗൾഫൊക്കെ വിസ ഇട്ടാൻ തോരക്കണം. നമ്മൾ അള്ളാഹുവിനോട് പടച്ച റബ്ബേ മരിക്കണ നേരത്തെ ഈമാൻ കിട്ടാൻ വേണ്ടി തോരക്കണം ഉസ്താദെ. നമ്മൾ അങ്ങനെ പറയല് കുറവാണ്. പറയുന്നവരില്ല എന്നല്ല, കുറവാണ്. അധികം പറയല എന്താ, വേദന ഉണ്ട്, അസുഖമുണ്ട്, പിന്നെ കച്ചവടം ഒന്ന് ശരിയാവണം, ജോലി ഒന്നും ശരിയായിട്ടില്ല, ഇപ്പൊ ഇച്ചിരി കുറവാ ബിസിനസ് തോരക്കണം. സുബ്ഹാനല്ലാഹ്, ദുന്യാവ് എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയല്ലേ? ഇതില്ലെങ്കിൽ ഇപ്പൊ സ്വർഗാവൂലേ? ഒക്കെ പറഞ്ഞ പോലെ നല്ല ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിപ്പോവാണ്. ഇത് സ്വർഗല്ലേ? ഇത് ദുന്യാവാണ്. ഇവിടെ വിഷമങ്ങൾ ഉണ്ടാവും, കുറേക്കമ്മ സഹിച്ചാ കൂലി കിട്ടൂലേ? നമ്മളാകെ പറയലതാ. ജാഹിലിയ കാലത്ത് ഞാൻ ജ്യോത്സ്യപ്പണി എടുത്തിട്ടുണ്ടായിരുന്നു സിദ്ദീഖ് എന്നവരെ. ആ ജ്യോത്സ്യപ്പണിക്ക് പൈസ അവര് തന്നിട്ടില്ലായിരുന്നു, ഇപ്പോഴാ തന്നത്. ആ പൈസ കൊണ്ട് വാങ്ങിച്ച പണമാ, ഇതിന്റെ ഫുഡാണത് ഞാൻ വാങ്ങിച്ചത്, ആ പൈസ കൊണ്ട് വാങ്ങിച്ച ഭക്ഷണമാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. യാ ഗുലാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് നിനക്ക് ഓർമ്മയില്ലേ? കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു ശരീരവും ഹറാമിൽ നിന്നാണ് പരിപോഷണം സിദ്ധിച്ചതെങ്കിൽ, ന്യൂട്രീഷൻ കിട്ടിയത് ഹറാമിൽ നിന്നാണെങ്കിൽ, ഫന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് സ്വർഗമല്ല നരകമാണ് എന്ന് മുത്തുനബി പറയുന്നത് നീ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിലേക്ക് കൈയിട്ടിട്ട് മുഴുവൻ ഭക്ഷണവും പുറത്തു വരുന്നവരെ ആളുകൾ പറഞ്ഞു, ഇർഹം നഫ്സക യാ അബൂബക്കർ, അബൂബക്കറെ നഫ്സിനോടൊന്ന് കാരുണ്യം കാണിച്ചേക്കണം, ഇത്രക്കങ്ങ് വേണോ? വിശന്നപ്പോ തിന്നതല്ലേ, കുഴപ്പമില്ലല്ലോ. നാട്ടുകാരിങ്ങനെ പറയാം, ഞാനും കുഴപ്പമില്ലല്ലോ, എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ മസാല അതാ, എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊക്കെ ജായിസാന്ന വിചാരം. എല്ലാരും ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ, ഒരു തഅമീം ചെയ്യാന്ന് പറയും. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു, അമാ തർളാ എന്റെ ശരീരം നരകം തിന്ന് കരിച്ചു കളയുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഞാൻ നരകത്തേക്ക് പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വായിലേക്ക് കൈയിട്ട് ഛർദ്ദിപ്പിച്ചിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പേരിൽ. സാന്ദർഭികമായി പറയട്ടെ, ഉമ്മമാരറിയണം, സഹോദരിമാരറിയണം, ജ്യോത്സ്യപ്പണി ചെയ്യുന്നത് തന്നെ ഹറാമാണ്. അത് ചെന്ന് കേൾക്കുന്നതോ അവിടെ പോയിരിക്കുന്നതോ, ജ്യോത്സ്യന്മാരോട് നമ്മൾ അവരോട് ചെന്ന് ചികിത്സ തേടി പോകുന്നതോ അള്ളാഹുവിന്റെ ദീൻ വിലക്കിയതാണ്, ഹറാമാണ്. മുസ്ലിമീങ്ങളോടാണ് ഞാനീ പറയണത്, തിരുത്തി പറയാണ്, അതിന് പിന്നെ കോമരം തുള്ളണ്ട. മുസ്ലിമീങ്ങളോടാണ്, മുസ്ലിം ഉമ്മത്തിനോടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇസ്ലാമികമായ രീതിയിലുള്ള ചികിത്സയല്ലാതെ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ മതാചാര പ്രകാരം നടത്തുന്ന ഒരു ചികിത്സയും നമുക്ക് പാടുള്ളതല്ല. ഒരു സംശയം വേണ്ട. പർദ്ദ ധരിച്ച പെണ്ണുങ്ങൾ അമ്പലത്തിന്റെ മുറ്റങ്ങളിൽ കണ്ടുപോകരുത്. പെണ്ണുങ്ങൾക്ക് ബോധല്ലേ? മുസ്ലിമീങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പോകുന്നത്? ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള അമ്പലങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമേ നമ്മൾ അവരോടൊപ്പം ജീവിക്കാവൂ. മുസ്ലിമിന്റെ ഈമാൻ അതിനേക്കാളൊക്കെ വലുതാണ്. മുസ്ലിമിന്റെ വിശ്വാസമില്ലെങ്കിൽ അവൻ നരകത്തിലേക്കാണ്. അതുകൊണ്ട് വിശ്വാസം തകർന്നു പോകുന്ന ഏർപ്പാടാണിത്. മുസ്ലിം സഹോദരിമാർ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പൂജാരിയുടെ അടുത്തേക്ക് പോയാൽ ചികിത്സ, അവിടുത്തെ ചികിത്സ കൊണ്ട്, അമ്പലത്തിലെ പൂജ കൊണ്ട് ശിഫയുണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുത്തനബി കൊണ്ടുവന്ന പരിശുദ്ധമായ ഇസ്ലാം നിങ്ങൾ കുഫറായിരിക്കുന്നു, ഇസ്ലാം എന്ന് പുറത്തു പോയിരിക്കുന്നു. മുത്തനബിയാ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ബഹുമാന്യരായ സഹോദരിമാരെ, ആര് എന്തു പറഞ്ഞാലും ശരി, പിശാചിന്റെ ശല്യം ജീവിതകാലം മുഴുവനും സഹിക്കലാണ്. ഒരു ഹറാമിലൂടെ നിങ്ങൾ ചികിത്സിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് നരകത്തിലേക്ക് തടിപോയി കിടക്കുന്നതിനേക്കാളും നല്ലത് മരിക്കും വരെ ഒരു രോഗം കൊണ്ട് നടക്കലല്ലേ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സാന്ദർഭികമായി പറയാൻ,
ജാഹിലിയ്യ കാലത്ത് ജോത്സ്യപ്പണി ചെയ്തതിന് കാശ് ഇപ്പോഴാ കിട്ടിയത്. ആ കാശ് കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നവരെ ഈ ഭക്ഷണം ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവേ കാക്കണേ റബ്ബേ, എന്റെ ശരീരത്തിലേക്ക് ഹറാം കടന്നുപോയല്ലോ, ഹറാമില് എന്റെ ശരീരത്തിന്റെ മാംസമായി രക്തമായി ഹറാമ് മാറിപ്പോയല്ലോ എന്ന് പേടിക്കുകയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവനാണ് അമ്പിയാക്കന്മാർ മുത്തുനബി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ പിന്നെ കയറുന്നവരിൽ പ്രധാനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് തങ്ങളാണ്. ആ മഹാനുഭാവൻ പഠിപ്പിക്കാൻ നമുക്കൊക്കെ ഇതിൽ മാതൃകണ്ടേ. അല്ലാഹു നമുക്കതൊക്കെ ഇത്തിബാ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അപ്പോ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ, ഒരു സമൂഹത്തിന്റെ തർബിയത്തിൽ പിതാക്കന്മാർ ചെയ്യുന്ന റോൾ അതാണ്. അവർക്ക് ഏറ്റവും നല്ല ഹലാൽ അവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്. പിന്നെ ഉമ്മമാരുടെ റോളുണ്ട്. മക്കൾ നശിച്ചു പോവാനൊക്കെ കാരണമായത് ഉമ്മമാരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു തഹരീമിലെ അവസാനത്തെ 2 ആയത്തുകളാണ് ഞാൻ ഓതിയത്. അവിടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. 2 പ്രവാചകന്മാരുടെ ചരിത്രമാണ് അവിടെ പറഞ്ഞത്. നൂഹ് നബിയുടെ മകൻ മുസ്ലിം അല്ലാതെ ആയിപ്പോവാനുള്ള കാരണം പറഞ്ഞത് നൂഹ് നബിയുടെ ഭാര്യയായിരുന്നു. അതിന്റെ കാരണം നാം മുഫസ്സിരീങ്ങൾ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. ضرب الله مثلا. الله ഉദാഹരണം പറഞ്ഞു തരുന്നു നബിയേ. ലില്ലദീന കഫറൂ. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഒരു ഉദാഹരണം അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട് നബിയെ. ശ്രദ്ധിച്ചു കേൾക്കുക. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. നൂഹ് നബി അലൈഹിസ്സലാം മെസപ്പൊട്ടേമിയയിൽ വന്ന ഇറാഖിലെ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലെ ഫലഭൂയിഷ്ഠമായ മണ്ണെന്നറിയപ്പെടുന്ന മെസപ്പൊട്ടേമിയയിലേക്ക് നബിയായി വന്ന നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ പ്രവാചകന്റെ ഭാര്യ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. രണ്ടുപേരും അവിശ്വാസികളായിരുന്നു. كانتا تحت عبدين من عبادنا صالحين. നമ്മുടെ സജ്ജനങ്ങളായ 2 ചെറുപ്പക്കാർ, എന്റെ സജ്ജനങ്ങളായ 2 സ്വാലിഹീങ്ങളായ 2 അടിമകൾ, അവരുടെ കീഴിൽ ജീവിച്ചവരായിരുന്നു. അവരുടെ ജീവിതം പങ്കുവച്ചവരാണ്, അവരുടെ ഭാര്യമാരായവരാണ്, അവരുടെ രഹസ്യങ്ങൾ അറിഞ്ഞവരാണ്. ഫഖാനതാഹുമാ. ആ 2 പെണ്ണുങ്ങളും തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. എത്ര ഉണ്ടങ്ങനെ നല്ല ചെറുപ്പക്കാർ, ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കുന്ന, നല്ല തഹജ്ജുദ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാർ. അവൻ തഹജ്ജുദിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭാര്യ പിന്നാമ്പുറത്തുകൂടെ മറ്റൊരുത്തനെ വിളിച്ചു കൊണ്ടുവരലായി അകത്തേക്ക്. എത്ര ഉണ്ടങ്ങനെ. ഭർത്താവ് നല്ലവനാണ്, ഭാര്യ മോശക്കാരൻ. നേരെ മറിച്ചില്ലേ? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ഏതു നേരവും തന്റെ ഭർത്താവൊന്ന് നന്നാവണേ എന്ന് ദുആ ചെയ്യുന്ന ഭാര്യ, എനിക്കയാളിൽ നിന്ന് ജനിക്കുന്ന മക്കൾ നല്ലവരാവണേ എന്ന് ദുആ ചെയ്യുന്ന, കണ്ണുനീർ കുടിച്ച് മുസല്ലകൾ നനഞ്ഞ്, കണ്ണുനീര് കൊണ്ട് നനഞ്ഞ് പാതിരാവുകളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന എത്രയോ നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളുണ്ട് ഇവിടെ. എന്നിട്ട് അവരെ കല്യാണം കഴിച്ചത് 4 കാലിൽ നടന്നു വരുന്നവൻ രാത്രിയായ പിന്നെ കള്ളുടിച്ചേ പറ്റൂ. നിസ്കരിക്കില്ല, അള്ളാഹുവിനെ ഭയപ്പെടില്ല. എത്ര പേരുണ്ടങ്ങനെ?
അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളാണ്, നമുക്കത് സഹിച്ചേ പറ്റൂ. അമ്പിയാക്കന്മാർക്ക് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായല്ലോ. كانتا تحت عبدين من عبادنا صالحين. എന്റെ സജ്ജനങ്ങളായ 2 അടിമകളുടെ കീഴിൽ ജീവിച്ചിരുന്നവരായിരുന്നു അവര്. ഫഖാനതാഹുമാ, അവർ 2 പേരും തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. നൂഹ് നബിയുടെ ഭാര്യ വഞ്ചിച്ചു. ലൂത്ത് നബിയുടെ ഭാര്യയും വഞ്ചിച്ചു. فلم يغنيا عنهما من الله شيئا. അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ ഒന്നും അവരെ തടുക്കാനുണ്ടായില്ല, ഒന്നും അവരെ സംരക്ഷിച്ചില്ല. നരകത്തിലേക്ക് കടന്നോളൂ പെണ്ണുങ്ങളെ എന്ന് അവരോട് പറയപ്പെട്ടു കഴിഞ്ഞു നബിയേ. എന്നെന്നും നരകത്തിൽ കിടക്കുന്നവരോടൊപ്പമാണ് നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയും എന്ന് അവരോട് പറയപ്പെട്ടു കഴിഞ്ഞു നബിയേ. അവർക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വെള്ളപ്പൊക്കമുണ്ടാകുന്ന സമയത്ത്, വെള്ളപ്പൊക്കത്തിന്റെ മഹാകെടുതി, ചെന്നൈ നഗരത്തിന്റെ വാർത്തയാണ് പത്രങ്ങളിൽ മുഴുവനും കിടക്കുന്നത്. ഫ്ലൈറ്റുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുക, ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത പോലെ അനക്കാൻ പറ്റുന്നില്ല. അല്ലാഹു തആല അങ്ങ് വെള്ളം ശിക്ഷയായി ഇറക്കി തന്നാൽ ഫലാ മഫറ മിൻ, ഓടി രക്ഷപ്പെടാം. എങ്ങോട്ട് അതൊക്കെ അടിച്ചൊഴിവാക്കുക? ഏത് മുനിസിപ്പാലിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രളയക്കെടുതി, എത്ര മരിച്ചു, എന്തൊക്കെ അസുഖങ്ങൾ ഇനി വരാൻ പോവാൻ. അല്ലെങ്കിലേ അഴുക്ക് ചാലുകളാണ്, അതൊക്കെ മഴ കൂടി പെയ്ത് നിറഞ്ഞ എന്താ ചെന്നൈ നഗരത്തിന്റെ ഒക്കെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. നൂഹ് നബിയുടെ കാലത്തൊരു വെള്ളപ്പൊക്കം നമ്മൾ ഓർക്കുകയാണ് ഇവിടെ. അല്ലാഹു തആല പറഞ്ഞു, നൂഹ് നബിയേ അനിസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ, നൂഹ് നബിയെ കപ്പലുണ്ടാക്കിക്കോളൂ, നിങ്ങളുടെ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തും. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ, അക്രമം ചെയ്ത ആളുകളെ സംബന്ധിച്ച് എന്നോട് മിണ്ടുക പോലും ചെയ്യരുത് നൂഹ് നബിയെ. ആരാണത്? ആ ദുൽമ ചെയ്ത ഏറ്റവും വലിയ ദുൽമ ശിർക്കും കുഫറുമാണ്. അത് ചെയ്തത് ഭാര്യയാണ്. ഇന്നഹും മുഗ്റഖൂൻ, അവര് മുങ്ങുക തന്നെ ചെയ്യും, അവര് മുങ്ങി മരിക്കാൻ പോകുന്നു. അല്ലാഹ് പറഞ്ഞു, നൂഹ് നബിയേ ഇന്നാ മുനജ്ജൂക വഅഹ്ലക, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഞാൻ രക്ഷപ്പെടുത്തും. വെള്ളപ്പൊക്കമുണ്ടായി. തന്റെ പ്രിയപ്പെട്ട മകൻ കൻആൻ, യാം ആണ് ആ മകൻ എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും കൻആൻ എന്നറിയപ്പെടുന്ന ആ മകൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് വാപ്പയായ നൂഹ് നബി കണ്ടു. നൂഹ് നബിക്ക് കഥ അറിയില്ല. അപ്പോഴും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിടുകയാണ്. അല്ലാഹുവേ, എന്റെ ഭാര്യ രക്ഷപ്പെടുകയില്ലെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകനോ? റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ അഹ്ലിൽപ്പെട്ടവനാണല്ലോ. ഇന്നാ മുനജ്ജൂക വഅഹ്ലക, സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ അഹ്ൽ കുടുംബത്തെയും ഞാൻ രക്ഷപ്പെടുത്തും. ആദ്യം അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ അവൾ രക്ഷപ്പെടൂലേ, നിങ്ങളുടെ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തും. നൂഹ് നബിയുടെ മറുപടി, ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണല്ലോ പടച്ചവനെ, എന്റെ മകന് സംഭവിച്ചത്. വഅൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ നീ ഏറ്റവും കരുണയുള്ളവനാണല്ലോ, എന്റെ പ്രിയപ്പെട്ട മകന് എന്ത് സംഭവിച്ചു പോയല്ലാ. ഉലമാ പറയും, ഭാര്യ മോശാണെങ്കിൽ ഒരു പക്ഷേ ആ ഭാര്യയെ ക്ഷമിച്ചു കൊണ്ടടന്നാൽ ആ ഭാര്യയിൽ നിന്ന് കൺകുളിർമയുള്ള മക്കളെ അള്ളാഹു കൊടുത്തേക്കുന്ന, അങ്ങനെ ഉണ്ടാവും. ഭാര്യ മോശാണ്, അവളൊപ്പം ജീവിച്ചിട്ട് ഒരു റാഹത്തുമില്ല, പക്ഷെ അവളിൽ നിന്നുണ്ടാകുന്ന മക്കൾ, അവൾ ജന്മം കൊടുക്കുന്ന മക്കളിൽ അള്ളാഹു ചിലപ്പോൾ കൺകുളിർമയെ കൊടുക്കും. അങ്ങനെയാണ്. പണ്ടൊരാള് കല്യാണം കഴിഞ്ഞിട്ട് വളരെ വിഷമത്തിലാണ്, എന്നും പ്രശ്നമാണ്, കച്ചറയോട് കച്ചറ എന്നൊക്കെ പറയില്ല നമ്മള്. അപ്പൊ ആൾക്കാർ പറഞ്ഞു, പൊന്നാര ചങ്ങാതി, ഇന്ന് അവളെ തൊലാക്കലിട്ട് വേറെ കല്യാണം കഴിച്ചൂടെ, പെണ്ണുങ്ങളുടെ നാട്ടിൽ കിട്ടാഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞപ്പോ ആ നല്ല മനുഷ്യൻ പറഞ്ഞു, പിന്നെ ഈ അറബിയുള്ള നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ വേറെ കല്യാണം പെട്ടെന്ന് കഴിയും, നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇച്ചിരി പ്രയാസമുള്ളത്, ഒരിക്കൽ കഴിഞ്ഞതാന്നൊക്കെ പറയും. എല്ലാ ജോലിക്കും എക്സ്പീരിയൻസ് നല്ലൊരു
പോസിറ്റീവ് അസറ്റാണ് അല്ലേ. എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ മാത്രമേ പറ്റൂല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലേ. ബാക്കി എല്ലാറ്റിലും എക്സ്പീരിയൻസ് നല്ലതാ, കല്യാണത്തിൽ പറ്റൂല. പക്ഷെ അറബ് നാട്ടിൽ അങ്ങനെയല്ല. ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും വേറെ ഒരു പുനർവിവാഹം, റീമാരേജ് പെട്ടെന്ന് നടക്കും. അപ്പൊ ഈ സാധു പറഞ്ഞു, പിന്നെ ഞാനിവളെ ഒഴിവാക്കാന്നല്ല, അപ്പൊ ഞാനിവളെ ഒഴിവാക്കി ഏതെങ്കിലും ഒരു സാധുവിന്റെ തലയിൽ ഇവള് വന്ന് പെടും. അപ്പോൾ അവൻ സഹിക്കേണ്ടി, അത് എന്റെ മുസ്ലിമായൊരു സഹോദരനല്ലേ, അത് ഞാനങ്ങ് സഹിച്ചോളാം. കുറെ കാലം കൊണ്ടുനടന്നു, പിന്നെ ഇയാൾ ഒഴിവാക്കേണ്ടി വന്നു. നാട്ടുകാർ വിടൂലല്ലോ. നാട്ടുകാരപ്പം ചോദിക്കും, എന്തേ പിന്നെ ഒഴിവാക്കിയെന്ന്. നാട്ടുകാർ ഭയങ്കര രസമാണല്ലോ. എന്താ മൂപ്പര് അങ്ങനെ പറയാൻ കാരണം, ഇങ്ങനെ തിരുത്തി എന്തപ്പം അങ്ങനെ പറയാൻ കാരണം, അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്തേ പിന്നെ നിങ്ങൾ ഒഴിവാക്കിയത്, ആദ്യം ഒഴിവാക്കൂല എന്നൊക്കെ വല്ല ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തേ ഒഴിവാക്കിയത് എന്ന് ചോദിച്ചു. ഞാൻ അവളെ ഒഴിവാക്കിയിട്ട് വേറൊരുത്തപ്പോളെ കെട്ടിയിട്ടുണ്ട്. അവളിപ്പോൾ എൻ്റെ ഒരു മുസ്ലിമായ സഹോദരൻ്റെ ഭാര്യയാണ്. എൻ്റെ മുസ്ലിമായൊരു സഹോദരൻ്റെ ഭാര്യയെപ്പറ്റി ഞാൻ അരുതാത്തത് പറയാൻ പാടില്ലല്ലോ. കഴിഞ്ഞു. എന്തൊരു റാഹത്തുണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിൽ. നമ്മൾ എന്നാ ഇരിക്ക്, ചായ തരാം, വലിയ കഥയാണത്, 2 മണിക്കൂർ സമയം ഉണ്ട് എനിക്ക് ഉണ്ട്, എന്നാ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാറ് അല്ലേ. നമ്മൾ അങ്ങനെയാ ചെയ്യുക. അങ്ങോട്ട് ഫളീഹത്താക്കും, പഴയ കഥ മുഴുവൻ പറഞ്ഞു. അവള് പോയില്ലേ, നിന്റെ ഭാര്യയല്ല. തൊലാക്കൊണ്ട് കളിക്കാൻ പാടില്ല, അതാണ്. തൊട്ടിനും പിടിച്ചിനൊക്കെ തൊലാക്കില്ല എന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ കുടുംബജീവിതം താറുമാറിലാകുന്ന അവസ്ഥകൾ സംഭവിക്കാറുണ്ട്. കളിക്കാനുള്ളതല്ല ഇത്, സീരിയസ് ആണ്, കളിക്കാൻ പാടില്ല. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്, അള്ളാഹിന്റെ അർശ് വിറക്കുന്ന പറഞ്ഞത്. അർശ് വിറക്കും, ഒരു തൊലാക്ക് സംഭവിക്കുമ്പോ അള്ളാഹുവിന്റെ അർശ് വിറക്കുന്ന. അതുകൊണ്ട് കളിക്കാൻ പാടില്ല, അതുകൊണ്ട് തമാശ പോലും പറഞ്ഞ് കളിക്കാൻ പാടില്ല എന്ന്. ഹലാലുഹു ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസുലുഹുന്ന ജിദ്ദുൻ. നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടത്. തമാശ പറഞ്ഞാലും കാര്യമാണ്, കാര്യത്ത് പറഞ്ഞാലും കാര്യമാണ്. അതിൽപ്പെട്ടത് അത്തൊലാഖു വന്നിക്കാഹു വറജ്അ, തിരിച്ചെടുക്കലും തൊലാഖ് ചൊല്ലലും അതുപോലെ തന്നെ നിക്കാഹ് ചെയ്യലും അങ്ങനെയാണ്. തമാശ പറഞ്ഞാലും നിക്കാഹാവും, കാര്യത്ത് പറഞ്ഞാലും ആവും. കളിക്കാൻ പാടില്ല. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ സംബന്ധിച്ച ചോദിക്കുന്ന, അല്ലാഹുവേ എന്റെ ഭാര്യ മോശക്കാരിയാണ്, ഭാര്യ മോശക്കാരിയാണെങ്കിലും അവരെ ക്ഷമിച്ചവരോടുകൂടെ നിന്നാൽ നീ എന്തെങ്കിലും ഒരു സമ്മാനം, ഒരു നല്ല മക്കളെങ്കിലും അത് കാരണം തരുമല്ലോ റബ്ബേ. എന്റെ മകൻ കൻആൻ എന്റെ കൺമുമ്പിൽ നാം മുങ്ങി മരിച്ചത്. എന്തു പറ്റി കൻആനിന്? അല്ലാഹുവേ ഇന്ന ബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ്, അല്ലാഹുവേ നീ എനിക്ക് തന്ന കരാറ് സത്യമാണല്ലോ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നാ മുനജ്ജൂക വഅഹ്ലക, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുമെന്ന്. ഭാര്യയില്ല എന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ചോദ്യവുമില്ല. എന്റെ മകൻ എന്തു പറ്റി? വഅൻത അഹ്കമുൽ ഹാകിമീൻ, അല്ലാഹുവേ നീ ഏറ്റവും നല്ല വിധി പറയുന്നവനാണല്ലോ തമ്പുരാനെ. എന്താ പറ്റിയത്? അല്ലാഹുവിന്റെ മറുപടി വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. നൂഹ് നബിയെ, നിങ്ങളുടെ ബന്ധുവാണ് മകൻ എന്നല്ലേ നിങ്ങൾ പറയുന്നത്, എന്നാൽ നിങ്ങൾ കേൾക്കുക, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിങ്ങളുടെ ബന്ധുവല്ല നൂഹ് നബിയെ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ തന്നെ ഒരു ദുഷ്പ്രവൃത്തിയാണ്. ദുഷ്പ്രവൃത്തി ചെയ്യുന്നവനെന്നല്ല, അവൻ തന്നെ ദുഷ്പ്രവൃത്തിയാണ്. ചിലർക്ക് പോലെ ആളൊരു കച്ചറയാണെന്ന് പറയില്ല, കച്ചറ ചെയ്യുന്നവൻ എന്നല്ല. അനസ് ഇബ്നു മാലിക് ഇബ്നു നദറിന്റെ ഭാര്യയായിരുന്ന അദ്ദേഹം മുസ്ലിം അല്ലാതെ വന്നപ്പോ മുസ്ലിമിനെ കല്യാണം കഴിച്ചു മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. അനസ് തങ്ങളെ വളർത്തിയത് അബൂ തുൽഹ തങ്ങളാണ്. അനസ് എന്നവരുടെ വാപ്പ അബൂ തുൽഹ എന്നവരല്ല. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഒരു മുസ്ലിമായിരുന്നു. റുമൈസ ബീവിയെ ജാഹിലിയത്തിൽ കല്യാണം കഴിച്ച ആള് മുസ്ലിമാ. മാലിക് ഇബ്നു നദർ അയാളെ കൈവിട്ടു, എനിക്ക് ഇയാളെ വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, റുമൈസ നീ എന്റെ കൂടെ പോരുന്നുണ്ടോ? ഞാൻ ഷാമിലേക്ക് പോവുകയാണ്. പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ പോരുന്നില്ല. പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോ
ഉമ്മ മഹദി റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ താരാട്ട് പാടുകയായിരുന്നു. താരാട്ട് പാട്ടുറക്കും. എന്താണ് താരാട്ടെന്ന് അറിയുമോ? ഫകാനത് തുലഖിനുഹു, ആ പ്രിയപ്പെട്ട മോൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ റുമൈസ ബീവി പറഞ്ഞു കൊടുത്തിരുന്ന വാക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പോലും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, അനസ് തങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുത്തുനബിക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ്. മദീനയിൽ വന്ന് നബി തങ്ങൾ മദീനയിൽ ജീവിച്ച കാലം 10 കൊല്ലമാണ്. അതുകൊണ്ടാ 10 ഒതുങ്ങിയത്. 100 വയസ്സ് കഴിഞ്ഞിട്ട് അനസ് എന്നവർ വഫാത്താകുന്നത്. സ്വഹാബികളിൽ അവസാന കാലങ്ങളിൽ വഫാത്തായി പോയ സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ട അനസ് എന്നവരെ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുസ്ലിമായ ഉമ്മ വാപ്പ ഇട്ടേച്ചു പോയിട്ടുണ്ട്. മാലിക് ബിൻ നദർ അമുസ്ലിമാണ്. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോയാൽ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻസ്റ്റന്റലി തൊലാഖ് സംഭവിക്കും. തൊലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല. ഭർത്താവ് മുസ്ലിമാണ്, ഭാര്യ മുസ്ലിമല്ല, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവൾ മുസ്ലിമായിട്ട് വരണം, അല്ലെങ്കിൽ മുസ്ലിമിനെ കല്യാണം കഴിക്കേണ്ടി വരും. വലിയ ത്യാഗമാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുസ്ലിമായി വരുന്ന എത്രയോ സഹോദരന്മാരില്ലേ, എത്രയോ ആളുകൾ. ഭയങ്കര ത്യാഗമാണ് അവരൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ കാലം മുഴുവൻ ഡിലീറ്റ് ചെയ്യണ്ടേ? കഴിഞ്ഞത് മുഴുവൻ ഫോർമാറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല നമ്മള്, കമ്പ്യൂട്ടർ. കഴിഞ്ഞ മുഴുവൻ കാലം കഴിഞ്ഞു. പേര് മാറ്റി, ഐഡന്റിറ്റി മാറ്റി, എല്ലാം മാറ്റി. ഇപ്പോഴാ മുസ്ലിം ആവുക. നമ്മളൊക്കെ റമദാൻ മാസം നോമ്പ് നോറ്റിട്ട് ഏമ്പക്കെട്ട് നടക്കുക, ഞാനും മുസ്ലിമാന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ ചെയ്യുന്ന ത്യാഗം കാണണം. അങ്ങനെ മുസ്ലിമായി വന്ന 2 ചെറുപ്പക്കാരെ സദസ്സിലുണ്ട്, എനിക്കറിയാം. വലിയ ത്യാഗമാണത്, വലിയ ത്യാഗമാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ്. അള്ളാഹു ചാൽ അവർക്ക് 2 കൂലിയാ കൊടുക്കുക. 2 കൂലിയാണ്. ഒന്ന് ധർമ്മസമരത്തിന്റെ കൂലി പോലത്തെ കൂലി. സ്വന്തം നാട്ടുകാരിൽ സത്യവും ധർമ്മവും എന്താണെന്ന് മനസ്സിലായിട്ടും എന്തെങ്കിലും തഅസ്സുബിന്റെ പേരിൽ, റൈസിസത്തിന്റെ പേരിൽ അത്തരം ആളുകളെ വേട്ടയാടുന്നവർക്കിടയിൽ നിന്നുകൊണ്ടാണ് അവര് കലിമത്തു ഷഹാദ ചൊല്ലുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അനസ് എന്നവരെ മടിയിൽ വെച്ച് താരാട്ട് പാടുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി, വളരെ ഖൈറാണ്. പക്ഷെ ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതിങ്ങനെ പാടുമ്പോ അനസ് എന്നവരുടെ വാപ്പ, മുസ്ലിമല്ലാത്ത വാപ്പ മാലിക് ബിൻ നദർ അന്നേ പറയും റുമൈസ ബീവിയോട്, പെണ്ണേ ലാ തുഫ്സിദി അലാ ഇബ്നി, എന്റെ മകനെ നീ നശിപ്പിക്കല്ലേ പെണ്ണേ, എന്റെ മകനെ നീ നശിപ്പിക്കല്ലേ. അയാൾ പറയും. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയും ഇന്നി വല്ലാഹി ഉഇദ്ദു ഇബ്നി ലിഅംരിൻ ലാ തഅലമു, നിങ്ങൾ അറിയാത്ത ഒരു പ്ലാൻ എന്റെ മകനെ കുറിച്ച് എനിക്കുണ്ട്. ആ കാര്യം നടപ്പാക്കാനാണ് എന്റെ മോനെ ഞാൻ വളർത്തുന്നത്. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറയും. അങ്ങനെ സംസാരിക്കാൻ പ്രായമാവുന്നതിന്റെ മുമ്പേ, വാക്കുകൾ നാവിൽ പറയാൻ പ്രായമാകുന്നതിന്റെ മുമ്പേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി, കണ്ണുകൊണ്ട് കാണപ്പെടാത്ത, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത, എന്നാൽ ഈ മഹാപ്രപഞ്ചം സംവിധാനിച്ച ഏക ഒരുത്തനായ പടച്ചവനാരോ ആ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അമ്പിളിമാമനെ പോലെ പരിപൂർണ ചന്ദ്രന്റെ ശോഭയുള്ള, അതിനേക്കാൾ ലാവണ്യവും ചമൽക്കാരവുമുള്ള ഈ മുത്ത് നബിയുണ്ടല്ലോ, അത് അള്ളാഹു ഈ ലോകത്തെ മനുഷ്യർക്ക് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ജീവിക്കണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെന്ന് അവൻ അറിയിച്ചു കൊടുത്ത അവന്റെ ദൂതരാണ്, അവന്റെ റസൂലാണ് മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ ഷഹാദത്തിന്റെ വാക്കിന്റെ അർത്ഥം, നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഈ വാക്കിങ്ങനെ പറയുമ്പോഴിടക്ക് ഇങ്ങനെ ഭർത്താവ് പറയും, വേണ്ട വേണ്ട, നീ ഇതൊന്നും പറയണ്ട, വേറെ വല്ല പാട്ടും പാടിക്കൊടുക്ക്. ആ പാട്ടാടുന്ന ഏർപ്പാടൊക്കെ നിർത്തിയില്ലപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചു പോകുന്നില്ലേ? എന്റെ ഇടക്ക് ഭയങ്കര എന്തൊക്കെയോ പാട്ടൊക്കെ പാടി അല്ലേ? നമ്മളെ കാസർകോട്ടുകാരായ എല്ലാ തരത്തിലെ ഗാനമേളയും വെക്കുന്ന ആൾക്കാര്, ഞാനത് തുറന്നു പറയാണ്.
നിങ്ങൾ അള്ളാനെ പേടിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അള്ളാനെ ഇഷ്ടമാണ്, ഇബ്ലീസിന് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ചില ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാ നാട്ടിലും ഇല്ലേ,